ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ലേറ്റായാണ് എഴുന്നേറ്റത് ഗൈസ്. അപ്പോൾ എഴുന്നേറ്റപ്പോൾ തന്നെ നമ്മൾ വീട്ടിലെല്ലാവരും ഭയങ്കര ചർച്ചയിലാണ്. നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ ചക്ക വിളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചക്കയടത്തി നമുക്ക് ചക്ക കഴിച്ചാലോ എന്നൊരു അഭിപ്രായം. ആ അഭിപ്രായത്തിൽ നമ്മൾ നേരെ താഴെ അയ്യത്തേക്ക് വന്നു. പ്ലാവിന് നല്ല വലിപ്പമുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ ഏണിയൊക്കെ വെച്ചാണ് ഗൈസ് കയറിയത്. പക്ഷെ പച്ചോറുമ്പിൻ്റെ ശല്യം ഒരുപാടാണ്. ആ കാണുന്ന ചക്കയാണ് നമുക്ക് അടുത്തൻ്റെ ഒരുപാട് പിടിച്ചിട്ടുണ്ട്. അപ്പുറം ഇപ്പുറം ഉള്ളവരുടെ അടുത്ത് എല്ലാവരും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ ഈ ഏരിയയിൽ ആദ്യം ചക്ക പിടിച്ചത് നമ്മുടെ വീട്ടിലാണ്. അങ്ങനെ ചക്ക എടുത്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. ഇനി നമുക്ക് ചക്ക വൃത്തിയാക്കി അടിപൊളിയായിട്ട് നമുക്ക് ചക്ക വേവിച്ചെടുക്കണം. അമ്മ ചക്ക പൊളിക്കാനൊക്കെ റെഡിയായി നിൽക്കുകയാണ്. ആദ്യം നമ്മൾ അടത്തിയ ചക്കയുടെ മേൽവശം മൊത്തം നീറിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഒരു സൈഡ് മൊത്തം അങ്ങ് കേടായിരിക്കുന്നു. അതിന് ഇവിടെ പറയുന്നത് നീറിപ്പോയെന്ന്. നിങ്ങളുടെ നാട്ടിൽ എന്തോ പറയുന്നതെന്ന് കമൻറ്റ് ഇടണേ ഗൈസ്. അങ്ങനെ പിന്നെ നമ്മൾ രണ്ടാമത് വേറൊരു ചക്ക അടത്തിയായിരുന്നു. പക്ഷെ അത് അത്ര വിളഞ്ഞിട്ടില്ലായിരുന്നു. എന്തായാലും രണ്ട് കൂട്ടവും കൂടെ ഒരുമിച്ചിട്ടാണ് നമ്മൾ വേവിച്ചത്. ഇനി അങ്ങോട്ട് നമ്മുടെ വീട്ടിൽ ചക്കയുടെ മേളമായിരിക്കും ഗൈസ്. എന്നും ചക്ക ഉണ്ടായിരിക്കും. ഇനി അനിയനും അനിയത്തിയും വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ദൃശ്യമാണെങ്കിൽ പതുങ്ങി നിൽക്കുകയാണ് ചക്കച്ചോള വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടി. പക്ഷേ ഞാൻ കൊടുക്കത്തില്ല ഗൈസ്. പിന്നെ അവൾ അമ്മൂമ്മയുടെ സഹായത്തോടെ ഒരു ചക്കച്ചോളയൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. നിങ്ങൾക്ക് ഈ ചക്ക വേവിക്കുമ്പോൾ അതിലൂടെ അതായത് മുളകിട്ട മീൻ കറിയാണോ ഇഷ്ടം അതോ തേങ്ങ അരച്ച മീൻ കറിയാണോ ഇഷ്ടം? ഇവിടെ ഏറ്റവും കൂടുതൽ വെക്കുന്നത് തേങ്ങ അരച്ച മീൻ കറിയാണ്. അപ്പം നല്ല മത്തി ഇട്ടിട്ടുണ്ട്. ആ മത്തിക്കറിയും ഇന്ന് ഉച്ചയ്ക്ക് ചക്കയും വേവിച്ചത്, ചോറ്, മോരുകറി, തോരൻ എന്നിവയാണ് ഗൈസ് ഇന്നത്തെ നമ്മുടെ ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുന്ന. പിന്നെ എല്ലാം ശടപടേ എന്നായിരുന്നു. എല്ലാവരും കൂടെ ഒത്തുകൂടി പെട്ടെന്ന് തന്നെ നമ്മൾ ചക്ക വൃത്തിയാക്കി. നമ്മുടെ ഇവിടെ ചക്ക വേവിക്കുമ്പം ചക്കക്കുരു ഇച്ചിരി തോനെ നമ്മളിടും. കാരണം ചക്കക്കുരുവും കൂടെ ഇട്ടാണ് നമ്മൾ ചക്ക വേവിക്കാറ്. പിന്നെ ചക്ക എലിശ്ശേരി വെക്കുമ്പോഴാണെങ്കിൽ നമ്മൾ ചക്കക്കുരു അതിൻ്റെ കൂടെ ഇടും. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ചെയ്യുമോ? പിന്നെ ചക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കാന്താരി മുളക് നമ്മൾ ഇച്ചിരി ഏറെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചക്ക വേവിച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും ബാക്കി ഐറ്റം കൂടി ഒരു പിടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മുടെ ഫാമിലിയിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ ബൈ, സീ യു.